ഇരുമ്പ്, പേപ്പർ, പ്ലാസ്റ്റിക് ഒക്കെ തൂക്കി വിറ്റാൽ നിങ്ങൾക്ക് പൈസ കിട്ടും. എന്നാൽ അലുമിനിയം വിൻഡോസ് തൂക്കി വിറ്റാൽ നിങ്ങൾക്ക് പൈസ കിട്ടുമോ? ഇന്ന് അതിനെപ്പറ്റിയാണ് നമ്മുടെ എപ്പിസോഡ്. നമസ്കാരം, ഞാൻ ആകാശ് അഗസ്റ്റിൻ. ഗ്ലാസ് വിൻഡോസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അലുമിനിയം അൾജീരിയൻ വിൻഡോസിനെ പറ്റിയാണ്. അലുമിനിയം അൾജീരിയൻ വിൻഡോസ് വെച്ചിട്ട് എങ്ങനെയാണ് വിറ്റാ പൈസ കിട്ടുക എന്നുള്ളതല്ലേ, അതിനെപ്പറ്റി നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് രണ്ട് ഷട്ടറിൻ്റെ പീസുകളാണ്. ഷട്ടറിൻ്റെ പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലൈഡിംഗ് ഡോറൊക്കെ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിൻഡോ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പോർഷനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് ഞാൻ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിന് വില കിട്ടുക എന്നുള്ളതല്ലേ. അതായത് നമ്മളൊരു സ്ലൈഡിംഗ് വിൻഡോ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ പ്രശ്നം, അലുമിനിയം വിൻഡോസ് ചെയ്യുന്ന സമയത്ത് കുറേ നാൾ കഴിയുമ്പോൾ ലോക്ക് വീഴുന്നില്ല, അതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റുന്നു, താനെ ഗ്ലാസ് പൊട്ടുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിൻ്റെ ഗേജിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു പ്രൊഫൈൽ എടുക്കുന്ന സമയത്തും ഇപ്പോൾ ഇത് നമുക്ക് ഇതേ ഷട്ടർ തന്നെയാണ്, സെയിം ഷട്ടറാണ്, നിങ്ങൾക്ക് കാണുന്ന സമയത്ത് അറിയാൻ പറ്റും. പക്ഷേ ഈ ഷട്ടർ എന്താണ്, ഇതേപോലെ നമുക്കിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് പ്രസ് ആവും. കാരണം ഇതിൻ്റെ ഗേജ് എന്ന് പറയുന്നത് 0.6, 0.7 ആണ് വരുന്നത്. അതേ സമയത്ത് നമ്മൾ ഈ ഒരു ഷട്ടറിലേക്ക് വെച്ചിട്ട് ഇത് പ്രസ് ചെയ്യുകയാണെങ്കിലോ നമുക്കിത് പ്രസ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. കാരണം ഇതിൻ്റെ ഗേജ് വരുന്നത് 1.2 സ്റ്റാർട്ടിങ്. ഇതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഗേജ് എന്ന് പറയുന്നത് 1.4 ആണ്. അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മൾ അലുമിനിയം വിൻഡോസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഈ പ്രൊഫൈലിനല്ല അതിൻ്റെ റേറ്റ് വരുന്നത്. പ്രൊഫൈലിൻ്റെ റേറ്റ് ഡെഫിനറ്റ്ലി പ്രൊഫൈലിന് ഒരു റേറ്റ് ഉണ്ട്. അത് അതിൻ്റെ 30% ഓഫ് എമൗണ്ട് മാത്രമായിരിക്കും. പക്ഷേ അതിൻ്റെ ബാക്കി 70% ഓഫ് എമൗണ്ട് എന്ന് പറയുന്നത് ഈ മെറ്റീരിയലിൻ്റെ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പലപ്പോഴും ഇതിന് 200 രൂപയാണ് ഒരു കിലോയ്ക്ക് വരുന്നതെങ്കിൽ ഇതിന് വരുന്നത് ചിലപ്പോൾ 100 രൂപയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അൾജീരിയൻ വിൻഡോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആലോചിക്കണം ഏത് ചെയ്യണം, ഏത് ഗേജിലുള്ള ചെയ്യണം എന്നുള്ളതിനെ. നമ്മൾ ഇതിൻ്റെ കളറിനെ പറ്റി എപ്പോഴും തിങ്ക് ചെയ്യാറുണ്ട്, ഏത് ഹാർഡ്വെയർ ആണ് യൂസ് ചെയ്യാൻ തിങ്ക് ചെയ്യാറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ഈ ഗേജിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഗേജാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. ഗേജ് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഹാർഡ്വെയർ ആയിരിക്കാം, പിന്നീട് അതിൻ്റെ കളറായിരിക്കാം, പിന്നീട് അതിൻ്റെ ഗ്ലാസ് ആയിരിക്കാം. സോ എപ്പോഴും നമ്മൾ അൾജീരിയൻ വിൻഡോസ് ചെയ്യുന്ന സമയത്തും, അൾജീരിയ എന്നല്ല ഏതൊരു അലുമിനിയം പ്രൊഫൈലിലുള്ള വിൻഡോസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഇതിൻ്റെ ഗേജ് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് വിൻഡോസ് ഉണ്ടാവാം, ഡോർ സെക്ഷൻസ് ഉണ്ടാവാം, 3 മീറ്റർ, 4 മീറ്റർ, 5 മീറ്റർ ഹൈറ്റ് വരെയുള്ള ഫിക്സഡ് സ്ലൈഡിംഗ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള വിൻഡോസ് ഉണ്ടാവും. അപ്പോഴെല്ലാം ഈ ഗേജാണ് അവിടെ വില്ലനായിട്ട് വരുന്നത്. എപ്പോഴും നമ്മൾ അലുമിനിയം വിൻഡോസ് ചെയ്യുമ്പോൾ ഗേജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു അലുമിനിയം വിൻഡോ നമ്മൾ പരിചയപ്പെടുകയാണ്. ഏറ്റവും ആദ്യം ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷനെ പറ്റി പറയാം. ഏറ്റവും നമ്മൾ ഇതിന് ഏകദേശം ഒരു 2 മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാൽക്കണി ഹാൻഡ് റൈൽസോ കാര്യങ്ങളോ വരാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു 1 മീറ്റർ ഹൈറ്റിലേക്ക് നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്തു. അതിന് മുകളിലേക്കായിട്ട് നമ്മൾ സ്ലൈഡിംഗ് ഡോറ് ഈ രീതിയിൽ കൊടുത്തിരിക്കുകയാണ്. സോ നമുക്ക് ഈ ഒരു സ്ലൈഡിംഗ് ഡോർ മൂവ് ചെയ്താൽ പോലും നമ്മൾ വലിയ ആൾക്കാരാണെങ്കിലും ചെറിയ ആൾക്കാരാണെങ്കിലും നമുക്ക് ഇങ്ങനെ വന്ന് നിന്നുകൊണ്ട് പുറത്തേക്ക് കാണാൻ സാധിക്കും. എയർ സർക്കുലേഷൻ ഉണ്ടാകും, എന്നാൽ ഒരു അപകട സാധ്യത ഒഴിവാകുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് താഴെ ചെയ്തിരിക്കുന്നത് ഫിക്സഡ് ഗ്ലാസ് ആണ്. അതായത് അലുമിനിയത്തിൻ്റെ 40 സീരീസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതേപോലെ അതിന് മുകളിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് അൾജീരിയ 2 ട്രാക്ക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു ജോയിൻറ്റ് ഫിനിഷ് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ജോയിൻറ്റ് ഫിനിഷ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന 6mm ടഫൺ ഗ്ലാസ് ആണ്. 6mm ടഫൺ ഗ്ലാസ് എന്ന് പറയുന്ന സമയത്ത് അത് സെൻട്രൽ ഗ്ലാസ്, അതിൻ്റെ 2 വശങ്ങളിലായിട്ട് നമ്മൾ ഗ്യാസ് കെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് കെറ്റുകൾ എന്ന് പറയുമ്പം നമുക്കിതാണല്ലോ നമ്മുടെ സെക്ഷൻ വരുന്നത്. ഈ ഒരു സെക്ഷനിൽ ഈ ഒരു സെൻട്രൽ പോർഷനിലൂടെയാണ് നമ്മുടെ ഗ്ലാസ് പോകുന്നത്. ഈ 2 സൈഡിലും നമ്മൾ ഇതിന് ഗ്യാസ്കറ്റുകൾ കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ പലപ്പോഴും അൾജീരിയ വിൻഡോസുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ 1 സൈഡ് മാത്രം ഗ്യാസ്കറ്റ്സ് കൊടുക്കാറുണ്ട്, ഗ്ലാസ് ഈ സെക്ഷനുമായിട്ട് മുട്ടി നിൽക്കാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് വലിയ രീതിയിൽ ജെർക്കിങ്ങോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ് പൊട്ടാനുള്ള സാധ്യത കൂടുകയാണ്. കാരണം ടഫൺ ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള പ്രതലത്തിലേക്ക് ഒരിക്കലും ഫോഴ്സ്ഫുള്ളി അടിക്കുകയോ അല്ലെങ്കിൽ കോർണറിൽ മുട്ടുകയോ ചെയ്താൽ ടഫൺ ഗ്ലാസ് പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന് 2 സൈഡും നമ്മൾ ഗ്യാസ്കറ്റ്സ് ഇട്ടുകൊണ്ട് ഇത് ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമുക്ക് വീടിനകത്ത് വരുന്ന ഏരിയകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ റിസ്ക് ഇല്ലാത്ത ഏരിയ ആണ്, ചെറിയ വിൻഡോസ് ആണ്, ചെറിയ സ്ലൈഡിംഗ് ഡോർ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1 സൈഡ് ഗ്യാസ്കറ്റ് ഇട്ടുകൊണ്ടും നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പുറമേ വരുന്ന ഏരിയകളിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, 2 സൈഡും ഗ്യാസ്കറ്റ് ഇട്ടു എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. എന്നാലാണ് നമുക്കവിടെ എയർ ടൈറ്റ് കിട്ടുകയും വളരെ സ്മൂത്തായിട്ട് അത് യൂസ് ചെയ്യാനും സാധിക്കുള്ളൂ. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു സ്ലൈഡിങ്ങിനെ പറ്റിയാണ്. സ്ലൈഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനൊന്ന് തട്ടി വിട്ടാൽ ഇത് വളരെ സ്മൂത്തായിട്ട് സ്ലൈഡ് ആവുന്നുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്കിതിനെ സ്ലൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കണ്ടോ, നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ലോക്ക് ആവില്ല, നമ്മൾ തന്നെ ഇത് പ്രസ് ചെയ്ത് ലോക്ക് ആക്കണം, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഫോഴ്സിൽ ഇത് അടിച്ചു വിടേണ്ടി വരും. ഇപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതിന് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും സ്മൂത്ത്നെസ് കിട്ടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇതിൻ്റെ ഗ്ലാസിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മുടെ പ്രൊഫൈലിൻ്റെ വെയിറ്റ്,
അതിനനുസരിച്ചുള്ള വീൽ എടുത്ത് കൊടുക്കുമ്പോഴാണ് നമുക്കിത് ഈ ഒരു സ്മൂത്ത്നെസ് ഇതിന് കിട്ടുന്നത്. നമുക്ക് വീലുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്പ് വീലുകൾ അവൈലബിൾ ആണ് നമുക്ക് അൾജീരിയൻ വിൻഡോസ് ചെയ്യുന്ന സമയത്ത്. അത് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ വിൻഡോന്റെ ഗ്ലാസ്, പ്രൊഫൈല്, ലോക്ക് ഇതിന്റെ എല്ലാത്തിൻ്റെ ഇവിടെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ അതിന് എത്ര വീല് വേണം, എത്ര വെയിറ്റ് എടുക്കുന്ന വീല് വേണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോഴാണ് നമുക്കിതിന്റെ ഈ ഒരു സ്മൂത്ത്നെസ് പലപ്പോഴും കിട്ടുന്നത്. അല്ലാതെ വരുന്ന കേസിലാണ് നമുക്ക് ആ സ്മൂത്ത്നെസ് പോവുക, ഫ്യൂച്ചറിലേക്ക് ഇതിന്റെ അലൈൻമെന്റ് പോവുക, അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യുമ്പോൾ നീങ്ങാതെ വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വീലുകൾ യൂസ് ചെയ്യാതെ വരുമ്പോഴാണ്. അടുത്തത് പിന്നെ നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ഇത് അലുമിനിയം തമ്മിൽ ടച്ച് ആവുന്ന സൗണ്ട് കേൾക്കാത്തതെന്ന് ചോദിക്കുന്നത്. പലപ്പോഴും ചോദ്യം വരുന്നതാണ്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, ഈ ഒരു പ്രൊഫൈലിൽ ഇതുവഴിയാണ് നമ്മുടെ ട്രാക്ക് പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു ഷട്ടർ ഇവിടെ വരികയാണെങ്കിൽ ഇതിങ്ങനെയാണ് വരുന്നത്, ഈ രീതിയിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ട്രാക്കിലേക്ക് ഒരയുന്നത് ഈ രണ്ട് ബുഷുകളാണ്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബുഷാണ്. സോ ഈ ബുഷിലൂടെയാണ് ഈ ട്രാക്കിൽ ഒരഞ്ഞു പോകുന്നത്. അങ്ങനെ ഒരഞ്ഞു പോകുന്ന സമയത്ത് നമുക്കിതിന് സൗണ്ട് ഉണ്ടാവില്ല. അടുത്തായിട്ട് ഇതിന്റെ ഹാർഡ്വെയർസിനെ പറ്റിയാണ്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് വീലിനെ പറ്റി പറഞ്ഞു. വീല് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കിങ്ലോങ് ആണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പുഷ് ബട്ടനാണ്. പുഷ് ബട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് വിട്ടാലും നേരെ മുകളിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്ന പുഷ് ബട്ടൺസ് ആണ്. ഈ ഒരു ബട്ടൺസ് കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് ഇതേപോലെയുള്ള സ്ലൈഡിംഗ് വിൻഡോകളിലേക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലൈഡിംഗ് വിൻഡോയ്ക്ക് നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നുള്ളൂ. അതേ സമയത്ത് നമ്മൾ ഡോർ വരുന്ന സമയത്ത് സ്ലൈഡിംഗ് ഡോറുകൾ വരികയാണെങ്കിൽ നമുക്ക് വിത്ത് ഹാൻഡിൽ, വിത്ത് കീ ഉള്ള മോഡൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ ഒരു പുഷ് ബട്ടണിൽ തന്നെ നമുക്ക് ഈ ഒരു ഇവിടെ ഒരു ചെറിയൊരു റൗണ്ട് ആയിട്ട് ഇവിടെ നമുക്ക് കീ വരുന്ന മോഡൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഹാർഡ്വെയർസ് തന്നെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോഴും നമ്മൾ വിൻഡോസ് ചെയ്യുമ്പം അതൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം. നമുക്ക് ഏത് ടൈപ്പാണ് അതായത് നമ്മുടെ പർപ്പസിനനുസരിച്ചാണ് നമ്മൾ ഏത് ഹാർഡ്വെയർ വേണ്ടതെന്ന് ഫൈനൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്ത് ഫൈനലിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് അപ്പോൾ ക്ലയന്റ് പറയണം, അയ്യോ ഇതല്ലായിരുന്നു എനിക്ക് വേണ്ടത്, എനിക്ക് കീ വേണമെന്ന് പറഞ്ഞാൽ നമുക്കപ്പോൾ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ്ലി എന്തായി, വേസ്റ്റ് ആയിപ്പോയി. അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ ഹാർഡ്വെയർസ് നമ്മുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചുള്ള ഹാർഡ്വെയർസ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അടുത്തായിട്ട് നമ്മൾ സ്ലൈഡിങ്ങിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ ഇതിന് അടിയിലേക്ക് വരുന്ന നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ക്ലബ് ചെയ്ത് കൊടുത്തിരിക്കുന്ന 40 സീരീസ് സ്വിച്ചിലേക്കാണ്. ഇത് വളരെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ജോയിൻറ്ററീസ് ആണ്. നമുക്ക് ഇതിന്റെ ജോയിൻസ് ഒക്കെയാണ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. വളരെ ഫിനിഷിങ്ങും അതുപോലെ ക്ലിയർ ആയിട്ടുള്ള ജോയിന്റുകളാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. കുറച്ച് പെയിന്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, നോക്കേണ്ടത് നമ്മളിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. പിന്നെ വന്നിരിക്കുന്നത് നമ്മൾ ഇതിന്റെ ഗ്ലാസ്, നമ്മൾ 6M ടഫൻ ഗ്ലാസ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ ഗ്യാസ് കിറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു ബ്ലാക്ക് ഇതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഗ്യാസ് കിറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എയർ ടൈറ്റ് ആയിരിക്കും. നമുക്ക് വെള്ളം ഒട്ടും ഒരു രീതിയിലും അകത്തേക്ക് കയറാത്ത രീതിയിൽ തന്നെ നമുക്കതുണ്ടാവും. അതേപോലെ നമുക്കിവിടെ വന്നിരിക്കുന്നത് ടഫൻ ഗ്ലാസ് ആണ്. സെൻഗോബേന്റെ ടഫൻ ഗ്ലാസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ കോർണറിൽ നമുക്ക് സെൻഗോബേന്റെ പഞ്ചിങ്ങോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമുക്കിത് തൂക്കി വിറ്റാൽ പൈസ കിട്ടുമെന്നുള്ളത്. എങ്ങനെയാണെന്നല്ലേ, നമുക്കൊരു 10, 15, 20, 30 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ വിൻഡോസ് മാറ്റുകയാണെന്നിരിക്കുക, നിങ്ങൾക്ക് ഈ പ്രൊഫൈൽസിന്റെ 80% എമൗണ്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും എന്നുള്ളതാണ്. കാരണം അലുമിനിയത്തിന് പ്രൊഫൈലിനല്ല റേറ്റ് വരുന്നത്, അലുമിനിയത്തിന് അതിന്റെ വെയിറ്റിനാണ്. സോ അതുകൊണ്ട് നല്ല അലുമിനിയം യൂസ് ചെയ്യുക, നല്ല ക്വാളിറ്റിയിൽ യൂസ് ചെയ്യുക. ഇതേപോലുള്ള പൊടിക്കൈകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.